such a joy to be in the presence of God. ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന വലിയ സന്തോഷമാകുന്നു. And those of you that have tasted the love of God, just enjoy the presence of God. You know what I'm talking about. ഞാൻ പറയുന്നത് എന്താണെന്ന് ദൈവസ്നേഹം അനുഭവിച്ചവർക്കും ദൈവ സാന്നിധ്യം എന്തെന്ന് മനസ്സിലായവർക്കും തീർച്ചയായും മനസ്സിലാകും. And walking with God and enjoying His presence does not mean that life is problem free. ദൈവത്തിന്റെ കൂടെ നടക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതല്ല. It means that in the midst of the problems you don't walk alone, God walks with you. അതിൻ്റെതായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ഏത് പ്രശ്നത്തിന്റെ നടുക്കാണെങ്കിലും ശരി ദൈവം നിങ്ങളുടെ കൂടെ നടക്കുമെന്നുള്ളതാണ്. Someone told me, well, you Christians have a lot of problems. ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. Actually, even the unbelievers have a lot of problems. അവിശ്വാസികൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. But they're very lonely as they walk because there's no one to walk with them. എന്നാൽ അവർ ഏകാന്തത അവരുടെ കൂടെ നടക്കുവാനായിട്ട് ആരുമില്ല. I want to thank God for His word is so precious. ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു, അത് വളരെ അമൂല്യമാണ്. Turn with me today to the book of Zechariah. സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് ഇന്ന് എന്നോടൊപ്പം വരിക. And come to chapter 3. മൂന്നാമത്തെ അധ്യായം. We're going to look at verse 7. ഏഴാമത്തെ വാക്യം. I know in different translations it is translated differently. എനിക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള തർജ്ജമകൾ അത് വ്യത്യസ്തമായി എഴുതിയിരിക്കുന്നു. But we're going to look at verse 7. The Bible says, എന്നാൽ ഏഴാമത്തേതായിട്ടുള്ള വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. Thus says the Lord of hosts, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, if you will walk in my ways, നീ എന്റെ വഴികളിൽ നടക്കുകയും and if you will perform my service, എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, then you will also govern my house, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും and you will have charge of my courts, എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും, and I will grant you free access among those who are standing here. ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും. When you come into when you get born again and you come into the house of God, നാം വീണ്ടും ജനിച്ച ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, when you come into the house of God, that you begin a journey of a walk with God. നാം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തോടൊപ്പമുള്ള ഒരു പുതിയ ഒരു യാത്ര നാം തുടങ്ങുന്നു. And in this journey of this walk with God, different people have different kinds of journeys. ഈ ദൈവത്തോടൊപ്പമുള്ള യാത്രയിൽ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. And oftentimes your journey is based on where you are emotionally. പലപ്പോഴും ഈ യാത്രയെ തീരുമാനിക്കുന്നത് വൈകാരികമായി നാം ഏത് നിലവാരത്തിലായിരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. If you are an emotionally difficult person, നാം വൈകാരികമായി നിങ്ങൾ ഒരു പ്രയാസമുള്ള വ്യക്തിയാണെങ്കിൽ, when you get into a marriage, നിങ്ങൾ ഒരു വിവാഹത്തിലാകുമ്പോൾ, you're a high maintenance emotional person, നിങ്ങൾക്ക് വലിയ മെയിന്റനൻസ് ആവശ്യമായിട്ടുള്ള ഒരു വൈകാരിക വ്യക്തിയാണ്. you get offended very easily, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പ്രയാസം വരുന്നു. you grow up in a broken home and so now you get into marriage and you need a lot of attention and love. നിങ്ങൾ തകർന്ന ഒരു കുടുംബത്തിൽ നിങ്ങൾ വളർന്നു വന്നു, ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ആവശ്യമാകുന്നു. Naturally you will find a lot of challenges in that marriage. നിശ്ചയമായും നിങ്ങൾ ആ വിവാഹ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അനുഭവിക്കും. And in the same way when you come to the Lord, അപ്രകാരം തന്നെ നിങ്ങൾ കർത്താവിലേക്ക് വരുമ്പോൾ, if you are an emotionally wounded person and you come to the Lord, നിങ്ങൾ വൈകാരികമായി മുറിവേറ്റ ഒരു വ്യക്തിയാണെങ്കിൽ, you will begin to demand from God and from the church many things without knowing it is the love of God that will settle you to a place of being a giver rather than being a receiver. നിങ്ങൾ ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ദൈവ സ്നേഹമാണ് നിങ്ങളെ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറ്റുന്നത് എന്നുള്ളത്. So God begins to take us on a journey. അപ്പോൾ ദൈവം നമ്മെ ഈ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. Tell your neighbor, we are on a journey. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നാം ഒരു യാത്രയിലാണ്. We are on a journey with God. നാം ദൈവത്തോടൊപ്പം ഒരു യാത്രയിലാണെന്ന് പറഞ്ഞാട്ടെ. Every one of us is actually on this journey. നാം ഓരോരുത്തരും ഈ ഒരു യാത്രയിലാകും. And on this journey God begins to work with us in many things in our life. നമ്മുടെ ഈ യാത്രയിൽ ദൈവം നമ്മോടൊപ്പം വ്യത്യസ്തമായ മേഖലയിൽ നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. He begins to operate and work on various aspects of our life. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുന്നു. I know for sure where I began many years ago. എനിക്ക് വ്യക്തമായി അറിയാം, ഞാൻ തുടങ്ങിയത് അനേക വർഷങ്ങൾ മുമ്പ് തുടങ്ങിയ സ്ഥാനത്ത് Every 3 to 5 years I have grown and matured and I've seen the way I used to think 3 years ago, 5 years ago. I've moved on from there to a greater place of maturity. ഓരോ 3-5 വർഷങ്ങൾ കൂടുമ്പോഴും ഞാൻ പക്വതയുടെ അടുത്ത നിലവാരത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. Things that offended me before don't offend me so much. എനിക്ക് മുമ്പ് പ്രയാസമുണ്ടാക്കിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പ്രയാസമുണ്ടാക്കുന്നില്ല. Things that I expected from people, I brought the expectations down because I just realized people cannot satisfy me. വ്യക്തികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളുടെ ആ പ്രതീക്ഷ ഞാൻ ഇപ്പോൾ കുറച്ചു. കാരണം എനിക്ക് മനസ്സിലായി വ്യക്തികൾക്ക് എന്റെ പ്രതീക്ഷകൾ എപ്പോഴും അത് സാധിക്കുവാൻ കഴിയുകയില്ല. It's the same way in your marriage. അപ്രകാരം തന്നെയാണ് നമ്മുടെ വിവാഹ ജീവിതത്തിൽ. And then you become more of a contributor than a demander. അതിനുശേഷം നാം കൂടുതലായി സഹകരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു, ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി. So prophetically in the scripture in chapter
chapter 3, അപ്പോൾ പ്രവചനാത്മകമായി മൂന്നാമത്തേതായിട്ടുള്ള ഈ അധ്യായത്തിൽ the angel of the Lord admonishes Joshua and says, യോശുവയെ ദൈവത്തിൻ്റെതായിട്ടുള്ള ദൂതൻ ഇൻസ്ട്രക്ട് ചെയ്യുന്നു. and he's telling him, if you will walk and you serve, നിങ്ങൾ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്താൽ എന്ന് പറയുന്നു, then you will govern and you will be in charge. അങ്ങനെ നിങ്ങൾ നയിക്കുകയും നിങ്ങൾ ഭരിക്കുകയും ചെയ്യും. There is a connection between in this ministry of serving God. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷയിൽ അതിൻ്റെതായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്. We don't serve God because we are gifted alone. നാം ശുശ്രൂഷിക്കുന്നത് നമുക്ക് വരങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല. In fact, our gift opens a door for us. തീർച്ചയായിട്ടും ആ വരങ്ങൾ നമുക്ക് ശുശ്രൂഷിക്കുവാനുള്ള വാതിൽ തുറക്കുന്നു. But our character is what keeps us in that place where the gift opened the door. എന്നാൽ ആ വരം വാതിൽ തുറന്നിരിക്കുന്ന ആ ശുശ്രൂഷയിൽ നമ്മളെ നിർത്തുന്നത് നമ്മുടെ സ്വഭാവമാണ്. I want to quickly look at these 4 words. ഈ 4 പദങ്ങൾ ഞാൻ പ്രത്യേകമായി ഇപ്പോൾ നോക്കാൻ ശ്രദ്ധിക്കുന്നു. Here is the angel telling Zechariah, ദൂതൻ സെഖറിയാവിനോട് പറയുന്നു, if you will walk and you will serve, നീ എന്നോടൊപ്പം നടന്ന് എന്നെ ശുശ്രൂഷിച്ചാൽ, then you will govern and you will be in charge. അങ്ങനെയെങ്കിൽ നീ നയിക്കുകയും നീ ഭരിക്കുകയും ചെയ്യും. And this is not only in the church of God. ഇത് ദൈവസഭയിൽ മാത്രമല്ല, it's in any kind of organization, any kind of company. ഏത് രീതിയിലുള്ള പ്രസ്ഥാനത്തിലോ കമ്പനിയിലോ ഇത് ബാധകമാണ്. They don't want to know how much you know. അവർക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല അത്രമാത്രം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. They want to know whether you belong. അവർക്ക് അറിയേണ്ടത് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. They want to know whether you want to take ownership. അവർക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം എടുക്കാൻ ഒരുക്കമാണോ എന്നുള്ളതാണ്. Or are you in the company for a short while to jump from here to there, and so this is a transit company? അതോ നിങ്ങൾ കമ്പനിയിലേക്ക് അല്പവർഷങ്ങൾ മാത്രം നിന്ന് നിങ്ങൾ ചാടുവാനായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയായിട്ടാണോ ഇതിനെ കാണുന്നത്? They want to know if you will own it. അവർക്ക് അറിയേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തം എടുക്കുമോ എന്നുള്ളതാണ്. They want to know if you will walk with it. അവർക്ക് അറിയേണ്ടത് നിങ്ങൾ കൂടെ നടക്കുമോ എന്നുള്ളതാണ്. So the first word that the angel comes and says, if you will walk in my ways. അപ്പോൾ ദൂതൻ പറയുന്ന ആദ്യത്തെ ആ പ്രത്യേക പദം എന്ന് പറയുന്നത് നീ എന്റെ കൂടെ നടന്നാൽ. I remember many years ago preparing a message on this word walk. ഈ നടപ്പ് എന്നുള്ളതായിട്ടുള്ള ഈ പദത്തെ ആസ്പദമാക്കി അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സന്ദേശം So തയ്യാറാക്കി. many of you may know a particular scripture that refers to walk. ഈ നടപ്പിനെ കുറിച്ച് വളരെ പ്രത്യേകമായി പറയുന്ന ഒരു വാക്യം പലർക്കും അറിയാമായിരിക്കാം. That we learned in our childhood, they taught us in Sunday school. നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ആ വാക്യം. Which would that be? അതേതായിരിക്കും? സങ്കീർത്തനം Psalm 23. സങ്കീർത്തനം 23. Even though I walk through the valley of shadow of death, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും I'll fear no evil. ഞാൻ അർത്ഥം ഭയപ്പെടുകയില്ല. There are many words of walking in the Bible. അപ്പോൾ വചനത്തിൽ അനേകമായിട്ട് നടപ്പിനെ കുറിച്ച് പറയുന്ന വാക്യങ്ങളുണ്ട്. And so when I thought of this word walk, what would come to my mind was Psalm 1. അപ്പോൾ സങ്കീർത്തനം 1-ാം അധ്യായമാണ് ഈ നടപ്പ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്. And verse 1, throw that up for me please. Psalm 1 and verse 1. സങ്കീർത്തനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. Read this together. ഇത് ഒന്നിച്ച് വായിച്ചാട്ടെ. How blessed is the man who does not walk in the counsel of the wicked. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, which means he is not walking. That walk over there means being in fellowship. അതിന്റെ ആ നടപ്പ് എന്നുള്ളതിന്റെ അർത്ഥം കൂട്ടായ്മയിലാകുക എന്നുള്ളതാണ്. And so the longest time I thought about this word walk, I thought of the word fellowship. അപ്പോൾ ഈ നടപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അധികമായി ആലോചിച്ചപ്പോഴെല്ലാം എന്റെ മനസ്സിൽ വന്നത് കൂട്ടായ്മ എന്നുള്ളതാണ്. Enoch walked with God. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. And he was not. അങ്ങനെ അവൻ അവിടെ ഇല്ലായിരുന്നു. And we think of this beautiful walk where he sang songs and he had this good time with Jesus. അപ്പോൾ നമ്മൾ നടപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും പാട്ടുകളൊക്കെ പാടി നല്ല യേശുവിന്റെ കൂടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. Until the more I studied walk as the years went by, അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ നടപ്പിനെ കുറിച്ച് കൂടുതലായി പഠിച്ചപ്പോൾ I realized walking was not just fellowship. എനിക്ക് മനസ്സിലായി നടപ്പ് എന്നുള്ളത് കൂട്ടായ്മ മാത്രമല്ല. The Bible had so much more in that walk than fellowship. ആ നടപ്പ് എന്നുള്ള അർത്ഥത്തിൽ ആ പദത്തിൽ കൂട്ടായ്മയേക്കാൾ അധികമായി വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. When the Bible talks about walking, വചനം നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ it's not potluck dinner. അത് പോട്ട്ലക്ക് ഡിന്നർ ഒന്നുമല്ല. It's not coming to church regularly on Sunday. അത് എല്ലാ ഞായറാഴ്ചയും സഭയിൽ വരുന്നതല്ല. Oh, we are all walking with each other. ഓ നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് നടക്കുന്നുവല്ലോ. On this Christian journey we are walking. ഈ ക്രിസ്തീയ യാത്രയിൽ നമ്മൾ ഒന്നിച്ച് നടക്കുന്നു. No, you're not walking unless there is something more than just fellowship. മറ്റു ചില കാര്യങ്ങൾ കൂടെ കൂട്ടായ്മയോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. Many Christians are politically very correct when you come to the house of God. പല ക്രിസ്ത്യാനികളും അവർ സഭയിലേക്ക് വരുമ്പോൾ അവർ രാഷ്ട്രീയപരമായ രീതിയിൽ വളരെ ശരിയാണ്. Many people come just for the service and run out before the last song is over. കുറേ പേര് സഭയിലേക്ക് വന്ന്
വന്ന് ആ സർവീസ് തീർന്ന് അവസാനത്തെ പാട്ട് തീരുന്നതിന് മുമ്പ് ഇറങ്ങി പോവുകയാണ്. And you see, God's plan for you is not to run in 10 minutes after the service starts and run out 5 minutes before it finishes. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ കുറിച്ച് എന്ന് പറയുന്നത് സഭയിലേക്ക് ആ 10 മിനിറ്റ് കഴിഞ്ഞ് വരികയും 10 മിനിറ്റ് മുമ്പ് പോകുവാനായിട്ടല്ല. God's plan for you is to do life together. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളെ കുറിച്ച് എന്ന് പറയുന്നത് ഒന്നിച്ച് ജീവിക്കുവാനായിട്ടാണ്. And so anybody that is running into the house of God and running out of the house of God will never really see the fulfillment of God's plan in your life through the house of അപ്പോൾ God. അങ്ങനെ ആരെങ്കിലും ഈ 10 മിനിറ്റ് ശേഷം വരികയും 10 മിനിറ്റ് മുമ്പ് ഇറങ്ങി പോകുന്ന ആൾക്കാർ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല. Because God's plan for us is not to attend church service. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് സഭയിൽ സർവീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള മാത്രമല്ല. God's plan for us is to be the household of faith. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം പദ്ധതി എന്ന് പറയുന്നത് നാം വിശ്വാസ ഭവനത്തിന്റെ ഭാഗമാകുമെന്നുള്ളതാണ്. How many of you would just imagine your children would go out from home at 5 in the morning and come back home at 12 in the night, and the children would say, we are a family. നിങ്ങൾ എത്ര പേര് ചിന്തിക്കുന്നു നിങ്ങളുടെ മക്കൾ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് രാത്രി 12 മണിക്ക് തിരിച്ചു വരുന്നു, എന്നിട്ട് അവർ ഉറക്കെ പറയുകയാണ് നമ്മൾ ഒരു കുടുംബമാണ്. Or a father goes early in the morning, comes back late in the night, children never get to see him, and he says, we are a family. അല്ലെങ്കിൽ പിതാവ് രാവിലെ തന്നെ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്നു, രാത്രി അർദ്ധരാത്രിക്ക് തിരിച്ചു വരുന്നു, എന്നിട്ട് മക്കളോട് പറയുകയാണ് നമ്മൾ ഒരു കുടുംബമാണ്. That's not being family. അതൊരിക്കലും ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷമല്ല. That is coming to a boarding home to sleep in the night. അത് സത്രത്തിലേക്ക് ഉറങ്ങാനായിട്ട് വരുന്ന ഒരു അനുഭൂതിയാണ്. And if your wife gives you breakfast in the morning, it's bed and breakfast. അപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് കഴിക്കാനുള്ളതും കൂടെ തരുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കൂടെ ചേർന്നുള്ള പാക്കേജ് ആണ്. Many people are doing bed and breakfast in church. പല വ്യക്തികളും സഭയിൽ ഈ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യുന്നത്. You're doing a Sunday morning bed and breakfast, coming in, rushing out. പല വ്യക്തികളും ഈ ഞായറാഴ്ച രാവിലെ വരുന്നു, പരിപാടി തീരുന്നു, പോകുന്നു എന്നുള്ള രീതിയിൽ. Daddy did it and granddad did it and family did it and others did it and we think that is church. കാരണം പപ്പ അങ്ങനെ ചെയ്തു, അപ്പച്ചൻ അങ്ങനെ ചെയ്തു, നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇതാണ് അതിന്റെ രീതി എന്നുള്ളത്. But what does the Bible talk about being in church? എന്നാൽ സഭയിലാകുന്നതിനെ കുറിച്ച് വചനം എന്ത് പറയുന്നു? God's plan is that you walk, you serve, you govern and you be in charge. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയാൻ നിങ്ങൾ നടക്കുക, ശുശ്രൂഷിക്കുക, നിങ്ങൾ നയിക്കുക, നിങ്ങൾ ഭരിക്കുക എന്നുള്ളതാണ്. Everybody say with me, walk, നടക്കുക, serve, ശുശ്രൂഷിക്കുക, govern and be in charge. ഭരിക്കുക. God wants to move you from a place of being a baby into a place of being a responsible Christian. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ ഒരു ശിശു എന്നുള്ള നിലയിൽ നിന്ന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. So Genesis 48:15 says, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 48-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം പറയുന്നു. And God blessed Joseph and said like this. ദൈവം യോസേഫിനെ അനുഗ്രഹിച്ച ഇപ്രകാരം പറഞ്ഞു. Jacob blesses Joseph. യാക്കോബ് യോസേഫിനെ അനുഗ്രഹിച്ച ഇപ്രകാരം പറഞ്ഞു. And God before whom my father Abraham Isaac walked. എബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന് മുമ്പാകെ നടന്നിരിക്കുന്ന ദൈവം, the God who has been my shepherd all of these days. എന്റെ ഇടയനായിരിക്കുന്ന ദൈവം. Suddenly here is Jacob connecting, walking with God, made God allowing him to become my shepherd. ഇവിടെ പെട്ടെന്ന് യാക്കോബ് നടപ്പും ഈ ഇടയനാകുന്നു തമ്മിലൊരു വളരെ വ്യക്തമായ ബന്ധം കൊണ്ടുവരുന്നു. Which means when I walk with somebody, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ നടക്കുമ്പോൾ, I'm just not talking about the latest political issues. ഞാൻ ഏറ്റവും അടുത്ത രാഷ്ട്രീയപരമായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുക മാത്രമല്ല, or I'm not just discussing some scripture here and there. ഞാൻ ഇവിടെയും അവിടെയുമുള്ള കുറച്ച് വാക്യങ്ങളെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. I'm going to allow them to begin to speak into our life. ഞാൻ അവരെ അനുവദിക്കാൻ പോവുകയാണ് എന്റെ ജീവിതത്തിലേക്ക് സംസാരിക്കുവാനായി. When Enoch walked with God, he began to allow God to speak into his life. ഹാനോക്ക് ദൈവത്തോടൊപ്പം ജീവിച്ചപ്പോൾ നടന്നപ്പോൾ ഹാനോക്ക് ദൈവത്തെ തന്റെ ജീവിതത്തിലേക്ക് സംസാരിക്കാൻ അനുവദിച്ചു. Jacob is saying, my fathers walked with God. യാക്കോബ് പറയുകയാണ് എന്റെ പിതാക്കന്മാർ ദൈവത്തിന്റെ കൂടെ നടന്നു. And when he walked with God, God told Abraham to get uncomfortable, get out of that country and get out of those people and go to a land that I will show you. His walking made him uncomfortable. അപ്പോൾ ദൈവത്തിന്റെ കൂടെ അബ്രഹാം നടന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നിന്റെ രാജ്യം വിട്ട് നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന ദേശത്തേക്ക് വരിക. ദൈവത്തോടൊപ്പം നടന്നപ്പോൾ എബ്രഹാമിന് അത് പ്രയാസമുണ്ടാക്കി. When you say I'm walking with God, it will get you uncomfortable. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ അത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. It's not that God will just answer all your prayer. അതിന്റെ അർത്ഥം ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നൽകുമെന്ന് മാത്രമല്ല, like you heard this morning, you're walking with God challenged you this morning, go and forgive those people that have broken your heart. ഇന്ന് രാവിലെ നാം കേട്ടതുപോലെ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ദൈവം നമ്മളെ പല കാര്യങ്ങളിലും വെല്ലുവിളിക്കും. നമ്മൾ ക്ഷമിക്കേണ്ട ആൾക്കാരെ നാം ക്ഷമിക്കേണ്ടി വരും. You're walking with God will challenge you to humble down before the word of God. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ദൈവവചനത്തിന് മുമ്പാകെ താഴ്മപ്പെടുവാനായിട്ട് ദൈവം നിങ്ങളെ ചാലഞ്ച് ചെയ്യും. So when I decide to walk, I'm saying, will you shepherd me? അപ്പോൾ ഞാൻ കൂടെ നടക്കുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ദൈവമേ അവിടുന്ന് എന്റെ ഇടയനാകുമോ? Everything begins with a relationship. എല്ലാം ബന്ധങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. When God brings us to a church, ദൈവം നമ്മെ ഒരു സഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ, God doesn't bring us to attend service. ദൈവം സർവീസ് അറ്റൻഡ് ചെയ്യുവാനായിട്ടല്ല നമ്മെ സഭയിലേക്ക് കൊണ്ടുവരുന്നത്. We are not a guest
in the Sunday service. സൺഡേ സർവീസിലെ ഒരു അതിഥി അല്ല നാം. Many Christians use a wrong word. പല ക്രിസ്ത്യാനികളും തെറ്റായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. Some people say, where do you worship? ചില വ്യക്തികൾ ചോദിക്കുന്നു, നിങ്ങൾ എവിടെ ആരാധിക്കുന്നു? Some people say, where do you fellowship? നിങ്ങൾ എവിടെ കൂട്ടായ്മ ആചരിക്കുന്നു ചിലർ ചോദിക്കുന്നു. Some people say, where do you attend? ചില വ്യക്തികൾ ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? The reason we use the word attend is because for us church is a particular time of service. നാം പലപ്പോഴും ഈ അറ്റൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സഭ പലപ്പോഴും നമുക്ക് ആ സർവീസിന്റെ സമയത്ത് മാത്രമാണ്. But when God brings you to a house of God, എന്നാൽ ദൈവം നിങ്ങളെ ദൈവഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ the question is not where do you attend? നിങ്ങൾ എവിടെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല ചോദ്യം. The question is where are you planted? നിങ്ങൾ എവിടെ നട്ടിരിക്കുന്നു എന്നുള്ളതാകുന്നു ചോദ്യം. Look at somebody and say, are you planted? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാട്ടെ, നിങ്ങൾ നട്ടിരിക്കുന്നുവോ? In the house of God, blessed is the man. He is like a tree that is what? Planted by the rivers of God. അപ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ. A planted tree doesn't run around here and there. നട്ടിരിക്കുന്നതായിട്ടുള്ള വൃക്ഷം അതിലെ ഇതിലെ ഓടി നടക്കാറില്ല. A planted tree is looking for a river, and when he knows that this is the river, he gets planted there. നട്ടിരിക്കുന്നതായിട്ടുള്ള വൃക്ഷം അവൻ ഒരു ആറ് നോക്കി നടക്കുകയാണ്. അവൻ ആറിനെ കാണുമ്പോൾ അവിടെ തന്നെ നടുവാനായിട്ട് തീരുമാനിക്കുന്നു. And in nearby that river, sometimes there may be dangers, sometimes there may be blessings, but he knows he is planted by the Lord. ചില സമയത്ത് ആറ്റരികത്ത് അനുഗ്രഹങ്ങൾ ഉണ്ടാകാം, ചില സമയത്ത് ആപത്തുകൾ ഉണ്ടാകാം. എന്നാൽ അവന് വ്യക്തമായി അറിയാം, എന്നെ ദൈവം ഇവിടെ നട്ടിരിക്കുന്നു. Look at somebody and say, I am planted by God. അടുത്തിരിക്കുന്ന ആളോട് നോക്കി പറഞ്ഞാട്ടെ, ദൈവം എന്നെ ഇവിടെ നട്ടിരിക്കുന്നു. Say it again, I am planted by God. ഞാൻ ദൈവത്താൽ നടപ്പെട്ടിരിക്കുന്നു. In the house of God. ദൈവഭവനത്തിൽ. So when you look at the scriptures about the church of the living God, it is not a place to attend. അപ്പോൾ ദൈവവചനത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള സഭ എന്ന് പറയുന്ന അറ്റൻഡ് ചെയ്യുവാനായിട്ടുള്ള സ്ഥലമല്ല. It is not about, have you heard my pastor preach? അല്ലെങ്കിൽ അത് ചോദിക്കേണ്ടത്, എന്റെ പാസ്റ്റർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? It's not about, have you seen our worship band? അല്ലെങ്കിൽ ഞങ്ങളുടെ വർഷിപ്പ് ടീമിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമല്ല. It's about, where has God planted me? അതിലെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം, ദൈവം എന്നെ എവിടെ നട്ടിരിക്കുന്നു Because എന്നുള്ളതാണ്. where, if you are planted, there you will grow. നിങ്ങൾ എവിടെ നടപ്പെട്ടിരിക്കുന്നു ദൈവത്താൽ അവിടെ നിങ്ങൾ വളരും. Have you seen these nurseries where they keep these plants in small pots? നിങ്ങൾ ഈ നഴ്സറികളിൽ കണ്ടിട്ടുണ്ടോ ചെറിയ ചെറിയ ഈ ചട്ടികളിൽ ഇങ്ങനെ തൈ വെച്ചിരിക്കുന്നു. And some of them kept in small plastic bags. അതിന് പ്ലാസ്റ്റിക് ബാഗുകളും ഉണ്ട്. Many of us spend our Christian life in nursery. പല ക്രിസ്ത്യാനികളും അവരുടേതായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നഴ്സറികളിലാണ് ചെലവഴിക്കുന്നത്. Wearing that plastic bag watered by somebody who is waiting to sell us. നമ്മളെ വിൽക്കാനായിട്ട് ആരെങ്കിലും ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാരത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ തളർത്തുകൊണ്ടിരിക്കും. And some weeks we will be in that nursery. ചില സമയത്ത് ആ നഴ്സറിയിലായിരിക്കും. Then that nursery owner did not pour water that week. ആ ആഴ്ചയിലാണെങ്കിൽ നഴ്സറിയുടെ ഉടമസ്ഥൻ വെള്ളം ഒഴിച്ചില്ല. And then he said, I don't like that nursery, I'm going to another nursery. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഈ നഴ്സറി കൊള്ളത്തില്ല, ഞാൻ വേറെ നഴ്സറിയിലോട്ട് പോകും. Everybody say loud, planted. എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ടെ, നട്ടിരിക്കുന്നു. Say it loud, I am planted. ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ In നട്ടിരിക്കുന്നു. the house of God. ദൈവഭവനത്തിൽ. Say it again, I am planted. ഞാൻ നട്ടിരിക്കുന്നു. In the house of God. ദൈവഭവനത്തിൽ. When I got saved, I knew that God had planted me in a house. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ദൈവം എന്നെ ദൈവഭവനത്തിലാക്കിയിരിക്കുന്നു. I went to study my medical school in Karnataka. ഞാൻ കർണാടകയിൽ എന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോയി. And when I went there were different options of churches I could choose from. അവിടെ എനിക്ക് തിരഞ്ഞെടുക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സഭയെക്കുറിച്ച്. In fact, there was a local church that spoke the Malayalam language. മലയാളം സംസാരിച്ചിരുന്നതായിട്ടുള്ള ഒരു പ്രാദേശിക സഭ ഇവിടെ ഉണ്ടായിരുന്നു. The challenge is I never grew up in a Malayalam setting. I grew up in the Middle East. എന്റേതായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ മലയാളി പശ്ചാത്തലത്തിൽ ഇതുവരെ വളർന്നിട്ടില്ല. ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് വളർന്നത്. And therefore I was not very familiar with Malayalam. അതുകൊണ്ട് എനിക്ക് മലയാളം അധികം അറിയുകയില്ലായിരുന്നു. Even though I didn't mind Malayalam, I knew Malayalam, I could speak it. എനിക്ക് സംസാരിക്കാൻ അറിയാമെങ്കിലും അധികമായി മലയാളം അറിയില്ല. But when I went to that land, എന്നാൽ ആ ദേശത്ത് ഞാൻ പോയപ്പോൾ the first question I asked the Lord, where is God planting me? ഞാൻ ആദ്യമായി ദൈവത്തോട് ചോദിച്ച, ദൈവം എന്നെ എവിടെ നടാൻ ആഗ്രഹിക്കുന്നു? And the Holy Spirit led me to a local Kannada speaking church. പരിശുദ്ധാത്മാവ് എന്നെ പ്രാദേശികമായിട്ട് കന്നഡ സംസാരിക്കുന്നതായിട്ടുള്ള സഭയിലേക്ക് അയച്ചു. Yes, it was an English to Kannada church. അത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് കന്നഡ ചർച്ച് ആയിരുന്നു. I knew English. എനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. And I knew to preach. എനിക്ക് പ്രസംഗിക്കാൻ അറിയാമായിരുന്നു. And I could have gone to the Malayalam church where they straight away put me up to preach. എനിക്ക് വേണമെങ്കിൽ മലയാളം സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ ഉടനെ തന്നെ അവർ പ്രസംഗിക്കാൻ അനുവദിക്കും. But the Lord told me to go to this Kannada English church. എന്നാൽ ദൈവം എന്നോട് ഈ കന്നഡ ഇംഗ്ലീഷ് ചർച്ചിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. And for 4.5 years the pastor never allowed me to preach. 4.5 വർഷത്തോളം പാസ്റ്റർ എന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. You know what it feels like to have a gift inside of you and you feel that this man of God is not letting you do it. നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾക്ക് ഒരു വരമുണ്ട്, എന്നാൽ ദൈവദാസൻ നിങ്ങൾ അത് ചെയ്യുവാനായിട്ട് അനുവദിക്കുന്നില്ല
അനുഭവിക്കുന്നില്ല ആ ഒരു ഫീലിംഗ്. And I was preaching in the local medical fellowships. ഞാൻ അവിടെ പ്രാദേശികമായിട്ടുള്ള ആ മെഡിക്കൽ ഫെലോഷിപ്സിൽ കൂട്ടായ്മയിൽ ഞാൻ I was പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. preaching in other churches in the city. ഞാൻ പട്ടണത്തിലെ മറ്റ് സഭകളിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. And I preached in some meetings where leaders from the city got together. ആ പട്ടണത്തിലെ ഞാൻ മറ്റ് സ്ഥലങ്ങളിൽ ലീഡേഴ്സ് ഒന്നിച്ചു വന്ന സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചു. And some of the elders of our church, അങ്ങനെ ഞങ്ങളുടെ സഭയിലെ മുതിർന്നവർ they heard me preach and they came to the pastor. അവരങ്ങനെ പാസ്റ്ററിന്റെ അടുത്തേക്ക് അവർ എന്റെ പ്രസംഗം കേട്ടതിന് ശേഷം വരികയാണ്. And they said, "Pastor, have you heard John preach?" അപ്പോൾ പാസ്റ്ററിനോട് ചോദിക്കുകയാണ്, പാസ്റ്റർ ജോൺ പ്രീച്ച് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? And the pastor used to say, "No." അപ്പൊ പാസ്റ്റർ ഇല്ല, "He's a fantastic preacher." അവൻ നന്നായിട്ട് പ്രസംഗിക്കും. The pastor would say, "Nice." അപ്പൊ പാസ്റ്റർ ഓക്കെ നല്ലതാണ്. And never let me preach. അതിനുശേഷം എന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. For 4.5 years. 4.5 വർഷത്തോളം. Until it was time for me in 2 weeks' time to pack my bags and leave the city. ഞാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ തിരിച്ചു മടങ്ങുന്നതായിട്ടുള്ള ആ സമയത്താണ് അദ്ദേഹം എന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചത്. Why would he not let me preach? എന്തുകൊണ്ട് താൻ എന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല? Because I needed to walk. കാരണം എനിക്ക് ഒരു നടപ്പിന്റെ ആവശ്യമുണ്ടായിരുന്നു. I needed to be shepherded. എനിക്ക് ഒരു അജപാലനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. If you are afraid to be shepherded, you cannot walk. നിങ്ങൾക്ക് ഒരു ഇടേണ്ടതായിട്ടുള്ള ആ ഒരു ആവശ്യമില്ല എങ്കിൽ, നിങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രസംഗിക്കുവാൻ കഴിയുകയില്ല. Many people are very gifted. പല വ്യക്തികൾക്കും വരങ്ങളുണ്ട്. They are so gifted. അവർക്ക് ഒരുപാട് വരങ്ങളുണ്ട്. They wish the pastor gave them a chance. അവർ ചിന്തിക്കുകയാണ്, പാസ്റ്റർ എനിക്ക് ഒരു അവസരം തന്നിരുന്നുവെങ്കിൽ. After some time you get hurt with different churches, then you wish, I wish the pastor never gives me a chance. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഒരുപാട് മുറിവേറ്റതിന് ശേഷം നിങ്ങൾ വിചാരിക്കണം, പാസ്റ്റർ അവസരം തരണ്ടായിരുന്നു. Why are we offended like that? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മനപ്രയാസം വരുന്നത്? Because we haven't walked. നാം നടപ്പിൽ മുന്നോട്ട് പോയിട്ടില്ലാത്തത്. We have served before we walked. നാം നടക്കുന്നതിന് മുമ്പേ തന്നെ നാം ശുശ്രൂഷിച്ചിരിക്കുന്നത്. Is someone listening to me? എന്നെ ഇന്ന് ശ്രദ്ധിക്കുന്നു ആരെങ്കിലും? We have served before we have walked. നാം നടക്കുന്നതിന് മുന്നാകെ തന്നെ നാം ശുശ്രൂഷിച്ചിരിക്കുന്നത്. And I'm speaking from a point where I know in my life I've been hurt by people. എനിക്കറിയാം, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതായിട്ടുള്ള അനുഭവ പരിചയത്തിൽ നിന്ന് ഞാൻ വ്യക്തികളിൽ നിന്ന് മുറിവേറ്റിട്ടുണ്ട്. But I had to walk. എന്നാൽ എനിക്ക് നടക്കേണ്ടിയിരുന്നു. I've had to come to a family where we'd get offended. ഞാൻ ഒരു ഭവനത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് വന്ന് എനിക്ക് മനപ്രയാസം അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരേണ്ടിയിരുന്നു. But I grew closer with the pastor. എന്നാൽ ആ പാസ്റ്ററുമായിട്ട് ഞാൻ കൂടുതൽ സ്നേഹത്തിലാണ്. I remember there were days I would just sit in the crowd and he allowed me to play the bass guitar and lead worship. But in our church there, the worship team never stood on stage. They stood in the corner over there with the people. ഞാൻ ഓർക്കുകയായിരുന്നു, ചില ദിവസങ്ങളിൽ അദ്ദേഹം എന്നെ ബേസ് ഗിറ്റാർ കളിക്കുവാനായിട്ട് സമ്മതിക്കുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വർഷിപ്പ് ടീം ഫ്രണ്ടിലല്ല, അവർ ആ കൂട്ടത്തിലാണ് ഇരുന്നത്. Which means if this were the church that I was attending, അപ്പോൾ ഇതാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സഭ എങ്കിൽ, I played the bass guitar somewhere near that door. ആ ഡോറിന്റെ അടുത്താണ് ബേസ് ഗിറ്റാർ കളിച്ചുകൊണ്ടിരുന്നത്. The door would be there, but I would stand that side and nobody would see us do anything. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ആരും കാണുകയില്ല. And I had to learn how to serve. അപ്പോൾ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളത് എനിക്ക് പഠിക്കേണ്ടിയിരുന്നു. But before serving, I had to learn how to walk. എന്നാൽ ശുശ്രൂഷിക്കുന്നതിന് മുമ്പായിട്ട് നടപ്പിനെ കുറിച്ച് ഞാൻ പഠിക്കേണ്ടിയിരുന്നു. Walking was the beginning of God's agenda in our life. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ആ അജണ്ട എന്ന് പറയുന്നത് നാം നടക്കുക എന്നുള്ളതാണ്. God's great agenda in your life is not serve. ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ശുശ്രൂഷിക്കുക എന്നുള്ളതല്ല. He wants you to start walking. ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ നടന്നു തുടങ്ങുക എന്നുള്ളതാണ്. Which means he wants you to come to a place of godly relationship. ദൈവികമായിട്ടുള്ള ബന്ധത്തിന്റേതായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക്, ആ സ്ഥാനത്തേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ്. This means making time for people. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം വ്യക്തികൾക്കായി സമയമൊരുക്കുന്നു. Not only with the pastor but with others. പാസ്റ്ററുമായിട്ട് മാത്രമല്ല മറ്റു വ്യക്തികളുമായി. Which means if you're planted in a house, അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു സഭയിൽ നട്ടിരിക്കപ്പെട്ടിരുന്നെങ്കിൽ you have time for people in the house. ആ സഭയിലുള്ള ആ ആലയത്തിലുള്ള വ്യക്തികൾക്കായി നിങ്ങൾക്ക് സമയമുണ്ട്. I'm so blessed by so many of you in this house. ഞാൻ നിങ്ങൾ ഈ സഭയിലുള്ള അനേകരെ ഓർത്ത് ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. So many of you are serving. അനേകരെ ശുശ്രൂഷിക്കുന്നു. So many of you are taking care of care cells. അനേകരെ നിങ്ങൾ കെയർ സെന്ററിനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. So many of you are volunteering. അനേകരെ നിങ്ങൾ വോളണ്ടിയേഴ്സ് ആകുന്നു. So many of you are praying for others. അനേകരെ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. What is that? You are belonging. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ഈ ഭവനത്തിൽ ആയിരിക്കുന്നു So എന്നുള്ളതിന്റെ many ഉറപ്പാണ്. people are belonging in this house. നിങ്ങൾ ഈ ഭവനത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പാകുന്നു അത്. So you begin to fellowship and you begin to be in friendship. You begin to give time for other people. അങ്ങനെ നിങ്ങൾ കൂട്ടായ്മയിലാകുവാനും സുഹൃത്തുക്കളാകുവാനും മറ്റുള്ളവർക്ക് നിങ്ങൾ സമയം കൊടുക്കുവാനും തുടങ്ങുന്നു. When you're walking in a house, you begin to give what God has blessed you with to the house. നിങ്ങൾ ഭവനത്തിൽ ഒന്നിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് നിങ്ങൾ ഭവനത്തിലേക്ക് കൊടുക്കുന്നു. My wife and I, we are doing life together. ഞാനും എന്റെ ഭാര്യയും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു. Therefore my wife comes to me and she picks my purse and she has
she asks me, അതുകൊണ്ട് എന്റെ ഭാര്യ വന്ന് എന്റെ പേഴ്സ് എടുത്ത് എന്നോട് ചോദിക്കും. while she's running through money in the purse and taking it out, she says, "You got money?" അതിന്റെ അകത്ത് ആ കാശ് എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കാശുണ്ടോ എന്ന് ചോദിക്കും. Because she walks with me, what is mine is hers. എന്റെ കൂടെ നടക്കുന്നത് എന്റേതെല്ലാം അവളുടേതാണ്. She says, "You got money?" and she takes it out and puts it there and carries on. കാശുണ്ടോ എന്ന് നോക്കി കാശ് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പോകും. Because we walk together. കാരണം ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നു. Because she's not of course taking to splurge. തീർച്ചയായിട്ടും അത് ദൂർത്തടിക്കാനായിട്ടല്ല എടുക്കുന്നത്. When she walks, she knows the heart of the leader. കൂടെ നടക്കുമ്പോൾ ആ നേതാവിന്റേതായിട്ടുള്ള ഹൃദയം എന്തെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Begins to carry the vision of the leader. ആ നേതാവിന്റേതായിട്ടുള്ള ദർശനത്തെ അത് കൂടെ നിൽക്കുവാനായിട്ട് കഴിയുന്നു. Tell somebody, I'm not attending. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഞാൻ അറ്റൻഡ് ചെയ്യുവല്ല എന്ന് പറഞ്ഞു. I'm planted in the house of God. ഞാൻ ദൈവഭവനത്തിൽ നട്ടിരിക്കുന്നു. Say it again, I'm not attending. ഞാൻ അറ്റൻഡ് ചെയ്യുകയല്ല. I'm planted in the house of God. ദൈവം എന്നെ സഭയിൽ നട്ടിരിക്കുന്നു. When you're planted in the house of God and you bear fruits, the fruits, I don't know of any plant who eats his own fruits. ദൈവം നിങ്ങളെ സഭയിൽ നട്ട് നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ എന്റെ പരിചയത്തിൽ ഒരു വൃക്ഷം പോലും അതിന്റേതായിട്ടുള്ള ഫലം കഴിക്കുന്നില്ല. But some of our plants in this house, just before the service is over, we'll take all our fruits and run away. എന്നാൽ ചില മരങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ അവർ സർവീസ് കഴിയുന്നതിന് മുമ്പേ ആ ഫലങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോകും. We come with our roots and we send it here. നമ്മൾ ആ വേരെല്ലാം എടുത്ത് നമ്മൾ ഇവിടെ താഴോട്ടാക്കും. While the service is over, we take the root out, the fruit out and we run. എന്നാൽ നമ്മൾ ആ സർവീസ് കഴിയുമ്പോഴത്തേക്കും ആ റൂട്ടും എടുത്ത് ഫ്രൂട്ടും എടുത്ത് നമ്മൾ ഒറ്റോട്ടമാണ്. That's a nursery job. അത് നമ്മുടെ നഴ്സറിയിലെ സ്വഭാവമാണ്. Tell somebody, I'm planted. Come on. നമ്മൾ പറഞ്ഞാട്ടെ, ദൈവം എന്നെ നട്ടിരിക്കുന്നു. ദൈവം എന്നെ സഭയിൽ നട്ടിരിക്കുന്നു. I belong to the house of God. ഞാൻ ദൈവസഭയുടെ അംഗമാകുന്നു. Enoch walked with God, the Bible says. ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്ന് വചനം പറയുന്നു. He lived 65 years and he had children and Methuselah and he just goes on, and then the Bible says Enoch was not, for God took him. ഹാനോക്ക് അവിടെ ഇല്ലായിരുന്നു, ദൈവം എടുത്തു എന്ന് പറയുകയാണ്. And then another portion of scripture, മറ്റു വേദഭാഗം പറയുന്നു, Leviticus 20 verse 22 to 24. ലേവ്യ പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യം. The Bible says, "You shall therefore keep all my statutes and my rules and do them." നിങ്ങൾ എന്റെ കൽപ്പനകളെ എല്ലാം പ്രമാണിക്കുക, അവ ചെയ്യുക എന്ന് വചനം പറയുന്നു. That the land where I'm bringing you to live may not vomit you out. അങ്ങനെ ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്ന ആ ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ. And you shall not walk in the customs of the ways of that land. ആ ജാതിയുടേതായിട്ടുള്ള ചട്ടങ്ങളെ നിങ്ങൾ അനുസരിച്ച് നടക്കരുത്. For I detest them, the Bible says. ഞാൻ അവരെ വെറുക്കുന്നു എന്ന് വചനം പറയുന്നു. But I say to you, you will inherit this land. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും. And I'll give it to you as a promise. ഞാൻ അത് നിങ്ങൾക്ക് വാഗ്ദത്തമായി കൈമാറും. What is God saying? എന്താണ് ദൈവം ഇവിടെ പറയുന്നത്? He's saying, do not walk with certain groups of ചില people. വ്യത്യസ്തമായിട്ടുള്ള ചില കൂട്ടങ്ങളുടെ രീതിയിൽ നിങ്ങൾ നടക്കരുത്. Which means if there are people that are used to gossiping, don't walk with them. ദുർഭാഷണം ശീലമാക്കിയിരിക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ കൂടെ നടക്കാതിരിക്കുക. If there are people who just want to be unbelievers and want to do church as usual, don't walk with them. അവിശ്വാസികളായി കടന്നു വന്ന് എങ്ങനെയെങ്കിലും സാധാരണ രീതിയിൽ സഭയിൽ വന്ന് പോകണം എന്നുള്ള ആൾക്കാരുടെ കൂടെ നടക്കാതിരിക്കുക. Listen, I'm not saying don't talk with them. ഞാൻ ശ്രദ്ധിച്ച് നിങ്ങൾ പറയുന്ന കേട്ടാട്ടെ, ഞാൻ അവരോട് സംസാരിക്കരുതെന്നല്ല I'm പറയുന്നത്. saying don't walk with them. അവരുടെ കൂടെ നടക്കരുത്. There's a huge difference between talking and walking. സംസാരിക്കുന്നതും നടക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. Because walking is fellowship. കാരണം നടപ്പ് എന്ന് പറയുന്നത് കൂട്ടായ്മയാകുന്നു. Walking is friendship. നടപ്പ് എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധമാകുന്നു. Walking is to begin to trust them. നടപ്പ് എന്ന് പറയുന്നത് അവരെ വിശ്വസിക്കുന്നതായിട്ടുള്ള യാത്രയാകുന്നു. Walking is to be blessed by the one that you walk with. നടപ്പ് എന്ന് പറയുന്നത് കൂടെ നടക്കുന്നവരാൽ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവമാകുന്നു. Walking is to be mentored by people in your life. നടപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തികളാൽ പരിശീലിപ്പിക്കപ്പെടുന്ന അനുഭവമാകുന്നു. Walking is to be shepherded by people. നടപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരാൽ ആ ഇടയന് നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയാകുന്നു. So you're not saying no to talking to people. അപ്പോൾ നിങ്ങൾ സംസാരിക്കരുത് എന്നല്ല പറഞ്ഞത്. But you know how to walk with the right people. എന്നാൽ ശരിയായിട്ടുള്ള കൂട്ടത്തിന്റെ കൂടെ എങ്ങനെ നടക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. Don't make friendship with those people from those nations. ആ വ്യത്യസ്തമായിട്ടുള്ള ജാതികളുമായി നിങ്ങൾ സുഹൃത്ത് ബന്ധം ആചരിക്കരുത്. Because you will learn from their ways. കാരണം അവരുടെ വഴികളും അവരുടെ ചട്ടങ്ങളും നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കും. When you come to the house of God, God wants you to change your ways. നിങ്ങൾ ദൈവഭവനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ വഴികളെ മാറ്റണം എന്നുള്ളതാണ്. Relationship is the beginning. വ്യക്തിബന്ധങ്ങളാണ് തീർച്ചയായിട്ടും അതിന്റെ തുടക്കം. God told Abraham, walk with me. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ എന്റെ കൂടെ നടക്കുക. He didn't say talk with me, I'm feeling lonely. ദൈവം ഒരിക്കലും അബ്രഹാമിനോട് പറഞ്ഞില്ല, നീ എന്നോട് മിണ്ടണം, എനിക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു അല്ല പറഞ്ഞത്. He didn't associate with me. ദൈവം പറയുകയാണ്, നീ എന്റെ കൂടെ നീ ബന്ധത്തിലായിരിക്കുക. He says do life together. എന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കുക. He says I will give for you, you give for me. നീ എനിക്ക് നൽകാൻ, ഞാൻ നിനക്കുള്ളത് നൽകും. I will represent you, you represent me. ഞാൻ നിന്നെ പ്രതിനിധീകരിക്കും, നീ എന്നെ പ്രതിനിധീകരിക്കുക.
walking is so much more than talking. നടപ്പ് എന്ന് പറയുന്നത് സംസാരത്തെക്കാൾ എത്രയോ അധികമാണ്. That's why you see people tell you walk the talk. അതുകൊണ്ടാണ് വ്യക്തികൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നടക്കുവാൻ കഴിയണം. So many people can talk without walking. പല വ്യക്തികൾക്കും ഒരുപാട് പേർക്ക് അവർ പറയുന്നത് നടക്കുവാൻ കഴിയുന്നില്ല. Many Christians talk the Christian walk and walk with unbelievers. പല വ്യക്തികളും പല ക്രിസ്ത്യാനികളും ക്രിസ്തീയ നടപ്പിനെ കുറിച്ച് സംസാരിക്കും, എന്നാൽ അവർ നടക്കുന്നതോ അവിശ്വാസികളുടെ കൂടെയാണ്. Their faith is like the unbelievers. അവരുടേതായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് അവിശ്വാസികളുടെ പോലെയാണ്. But the talk is like the believers. എന്നാൽ അവരുടെ സംസാരം എന്ന് പറയുന്നത് വിശ്വാസികളെ പോലെയാണ്. We know how to talk. നമുക്കറിയാം എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. One of my favorite English sayings, and you probably heard me say it before. എന്റെ വളരെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇംഗ്ലീഷിന്റെ വാക്യം ഇങ്ങനെയാണ്. When we disciple people, we say this. നമ്മൾ വ്യക്തികളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ പറയും. Say it loud after me. എന്നോട് കൂടെ ചേർന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. Every parrot that speaks English is not an Englishman. ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാ തത്തയും ഇംഗ്ലീഷ്മാൻ അല്ല. Let's try that again. അതൊന്നുകൂടെ ശ്രമിക്കാം. Every parrot that speaks Malayalam is not a Malayali. Did you get that? Which means every Christian അതിന്റെ അർത്ഥം എല്ലാ ക്രിസ്ത്യാനിയും that talks like a Christian, ക്രിസ്ത്യാനിയെ പോലെ സംസാരിക്കുന്നുവെങ്കിലും, that looks like a Christian, ക്രിസ്ത്യാനിയെ പോലെ കാണാനുണ്ടെങ്കിലും is not a Christian. ക്രിസ്ത്യാനി ആകണമെന്നില്ല. Only those who walk like a Christian. ക്രിസ്ത്യാനിയെ പോലെ നടക്കുന്നവർ മാത്രം. And their walk is the same outside and the same at home. അവരുടെ നടപ്പ് പുറത്തും അകത്തും ഭവനത്തിലും എല്ലാം ഒരേപോലെയാണ്. There is no two face in your walk. അവർക്ക് രണ്ട് മുഖങ്ങളില്ല. They pray outside and they pray at home. അവർ അകത്തും പ്രാർത്ഥിക്കുന്നു, അവർ പുറത്തും പ്രാർത്ഥിക്കുന്നു. They are holy outside and they are holy at home. അവർ അകത്തും പുറത്തും അവർ വിശുദ്ധരാണ്. Everybody say walk. എല്ലാവരും walk. Say I'm planted ഞാൻ in നട്ടിരിക്കുന്നു the house of God ദൈവത്തിന്റെ സഭയിൽ to walk with God's people. ദൈവത്തിന്റെ ജനത്തോടൊപ്പം നടക്കുവാനായി. So walk is to obey. അപ്പോൾ നടപ്പ് എന്ന് പറയുന്നത് അനുസരിക്കുവാനാണ്. The Bible says in Leviticus 26 verse 3 and 4. വചനത്തിൽ ലേവ്യ പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ വചനം ഇപ്രകാരം പറയുന്നു. If you walk in my statutes എന്റെ ചട്ടം ആചരിച്ച് and observe my commandments എന്റെ കൽപ്പന പ്രമാണിച്ച് അനുസരിച്ചാൽ and you do them, അത് ചെയ്താൽ then I will give you rain in season. ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും. You see, walking has to do with observing the commandments. നമുക്കറിയാമോ, നടപ്പ് അതും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന തമ്മിൽ വലിയ ബന്ധമുണ്ട്. You can't say I walk with God and disobey him. നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്നു നാം അനുസരണക്കേടിൽ നടക്കുമ്പോൾ. How can you walk with God and disobey him? എങ്ങനെ ദൈവത്തിന്റെ കൂടെ നടന്ന് അവനെ അനുസരണക്കേട് അവനോട് കാണിക്കുവാൻ Now കഴിയും? listen, you can talk with God and disobey him. ദൈവത്തോട് സംസാരിച്ച് നിങ്ങൾക്ക് അനുസരിക്കാതിരിക്കുവാൻ കഴിയും. But you can't walk with God and disobey him. എന്നാൽ ദൈവത്തിന്റെ കൂടെ നടക്കണമെങ്കിൽ അനുസരണക്കേട് ഒരിക്കലും സഹായകമാകില്ല. Because walking is not listening to a message. കാരണം നടക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദൂത് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല. Walking is saying this is where I associate. നടപ്പ് എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. This is where I'm learning from. ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. This is who is speaking into my life. ഈ വ്യക്തിയാകുന്നു എന്റെ ജീവിതത്തിലേക്ക് സംസാരിക്കുന്നത്. This is who is going to discipline me. ഈ വ്യക്തിയാകുന്നു എനിക്ക് അച്ചടക്കം നൽകാൻ പോകുന്നത്. He is the one who is going to allow him to correct my life. ഈ വ്യക്തിയാകുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ തിരുത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. The Bible says in the book of Amos and chapter 3 verse 3. വചനം ആമോസിന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു. Do two walk together unless they agree? അവർ ഒന്നിച്ച് സമ്മതിക്കാത്തിടത്തോളം ആർക്കെങ്കിലും നടക്കുവാൻ കഴിയുമോ? Watching many marriages around the world. ഈ ലോകത്തിലുള്ള പല വിവാഹ ജീവിതങ്ങളും കാണുമ്പോൾ, especially in our land, പ്രത്യേകിച്ച് നമ്മുടെ ദേശത്ത്, you can live under one roof, eat from the same table and still not walk together. ഒരേ കൂരയ്ക്ക് കീഴിൽ ഒരേ ഭക്ഷണം കഴിച്ചിട്ടും വീണ്ടും വ്യത്യസ്തമായ നടപ്പ് സാധ്യമാണ്. You can call someone achayan yet not walk with them. അച്ചായ എന്ന് വിളിച്ചിട്ടും കൂടെ നടക്കാതിരിക്കാൻ പറ്റും. You can call someone your dearly beloved wife and yet not walk with her. ഏറ്റവും പ്രിയതമേ എന്നൊക്കെ വിളിച്ചിട്ടാണെങ്കിലും കൂടെ നടക്കാതിരിക്കാൻ പറ്റും. In fact, you say we are married, forget walking, now you're not even talking with her. എന്നാൽ ഇപ്പോൾ നടപ്പ് പോട്ടെ സംസാരിക്കുന്നു പോലുമില്ല. So because we are in some kind of an agreement doesn't mean you are in fellowship. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സമ്മതമുണ്ട് എന്നുള്ളതുകൊണ്ട് നാം കൂട്ടായ്മയിലാണെന്ന് അർത്ഥമില്ല. Some of you called 1000 people together on your wedding day, signed a contract in front of them saying you just watch, we are going to walk together. നിങ്ങളിൽ ചിലരാണെങ്കിൽ 1000-ഓളം പേരെ നിങ്ങളുടെ വിവാഹത്തിന് വിളിച്ച് ഒരു ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് പറയുകയാണ് ഞങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോവുകയാണ്. But now when you get on bed, you are following, you're on the east west express. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കിടക്കമേൽ നിങ്ങൾ ഈസ്റ്റ് വെസ്റ്റ് എക്സ്പ്രസിലാണ്. One has turned east, the other one's turned west. ഒരാളാണെങ്കിൽ ഈസ്റ്റിലോട്ട് തിരിഞ്ഞു മറ്റേ ആൾ അപ്പുറത്തെ വശത്തോട്ട്. And both are waiting to see who will talk to the other. രണ്ടുപേരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ആരാണ് ആദ്യം സംസാരിക്കാൻ പോകുന്നത്. Forget walking, you're struggling to talk. നിങ്ങൾ നടപ്പിനെ കുറിച്ച് മറക്കാൻ നിങ്ങൾ സംസാരിക്കാൻ തന്നെ പ്രയാസപ്പെടുന്നു. So many people in the church
are not even walking, they're struggling to even talk. സംസാരിക്കുവാൻ തന്നെ അനേകര് പ്രയാസപ്പെടുന്നു. അപ്പോൾ നടപ്പിന്റെ കാര്യം വരുന്നതേയില്ല. Because you're not allowing yourself to be shepherded. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഇടയനെ നിങ്ങൾ അനുവദിക്കുന്നില്ല. You have become your own shepherd. നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഇടയനായി മാറിയിരിക്കുന്നു. Bible says if the blind leads the blind, both will fall into the ditch. വചനം പറയുന്നു അന്ധൻ അന്ധനെ നയിച്ചാൽ എല്ലാവരും കൂടെ കുഴിയിലേക്ക് പോകുമെന്നുള്ളത്. The Bible wants us to walk. വചനം വ്യക്തമായി നമ്മളെ നടക്കുവാൻ Come on, look at somebody and say, I am planted. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഞാൻ സഭയിൽ നടപ്പെട്ടിരിക്കുന്നു. I'm not just talking. ഞാൻ സംസാരിക്കുക മാത്രമല്ല, I am here to walk. ഞാൻ ഇവിടെ നടക്കുവാനായിരിക്കുന്നു. So when all walking means to obey. അപ്പോൾ നടപ്പിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം അനുസരിക്കണമെന്നുള്ളതാണ്. Leviticus 26 verse 27 and 28. ലേവ്യ പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ. Walking means to be willing to be disciplined. നടപ്പിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ശിക്ഷണം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. The Bible says, yet if in spite of this you do not obey me, ഇതിന് ശേഷവും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എങ്കിൽ, if in spite of this you will not listen but you're walking contrary, നിങ്ങൾ എനിക്ക് വിരുദ്ധമായി നിങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. You're walking contrary to me. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി നടക്കുന്നു. Then I will walk contrary to you in fury. അങ്ങനെയെങ്കിൽ ഞാൻ ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി And നടക്കും. I will discipline you. അങ്ങനെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. You see, walking makes it leaves a gate open for somebody to discipline us. നിങ്ങൾ നടക്കുമ്പോൾ ചില വാതിലുകൾ തുറന്ന ചില വ്യക്തികൾക്ക് നമ്മളെ ശിക്ഷണം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കും. Even your companies, you allow them for disciplinary action. നിങ്ങളുടെ കമ്പനിക്ക് പോലും ശിക്ഷണം ചെയ്യുവാനായിട്ടുള്ള അവസരം നിങ്ങൾ കൊടുക്കുകയാണ്. If you come late for 3 consecutive days, നിങ്ങൾ തുടർച്ചയായി 3 ദിവസം നിങ്ങൾ താമസിച്ചു വന്നാൽ, you're given a warning and a second warning. നിങ്ങൾ ആദ്യത്തെ നിങ്ങൾക്ക് വാർണിംഗ് നൽകും, രണ്ടാമതായിട്ട് താക്കീത് നൽകും. And I don't know why the color is pink, but they call it the pink slip. അതിനുശേഷം എന്തുകൊണ്ടാണ് പിങ്ക് എന്ന് പറയുന്നത്, പക്ഷേ പിങ്ക് സ്ലിപ്പ്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതായിട്ടുള്ള ആ കത്ത്, where they give you warnings. അവിടെ അവർ താക്കീത് Some of നൽകുകയാണ്. them discipline you. ചില വ്യക്തികൾ നിങ്ങളെ ശിക്ഷണം In your ചെയ്യും. appraisal it is marked and it is noted. നിങ്ങളുടെ അപ്രൈസലിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നു. If your ordinary company that gives you money to pay your bills, you allow them to discipline you, how much more the family that God has planted you in. നിങ്ങൾക്ക് ആ ബില്ല് പേ ചെയ്യുവാനായിട്ടുള്ള ശമ്പളം തരുന്ന കമ്പനിയെ നിങ്ങളെ ശിക്ഷണം ചെയ്യുവാൻ അനുവദിച്ചാൽ എത്രമാത്രം ദൈവഭവനത്തിൽ നിങ്ങളെ നട്ടിരിക്കുന്ന ദൈവത്തിനെ നിങ്ങൾ അനുവദിക്കണം. Why do we discipline our children? എന്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ശിക്ഷണം ചെയ്യുന്നു? Not because we are wardens. നമ്മൾ വാർഡന്മാരായതുകൊണ്ടല്ല, because we walk with them. നാം അവരുടെ കൂടെ നടക്കുന്നത് കൊണ്ട്. They give us a right to walk with them. അവരുടെ കൂടെ നടക്കുവാനായിട്ടുള്ള ആ അധികാരം അവർ നൽകുന്നു.